friends, welcome to Roshni's Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുൾ ചിക്കനെ ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഗ്രില്ലിലും കുക്കറിലും ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കുക്കിംഗ് വ്ലോഗ്സ് എല്ലാം ചെയ്തെങ്കിലും ഞാൻ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് റെസിപ്പീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈയിടെ നമ്മൾ കിച്ചൺ ടൂർ ചെയ്തപ്പോഴത്തേക്കിനും കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഇതിൻ്റെ റെസിപ്പീസ് തന്നെ ഇടാത്തത്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളിന്ന് എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ സിമ്പിളാണ്. എയർ ഫ്രയർ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ബേക്ക് ചെയ്യാം, ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഞാനിവിടെ ഒരു ഫുൾ ചിക്കന് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ രണ്ട് സൈഡിനും ഇതുപോലെ 3 വരയിട്ട് കൊടുക്കുക. പിന്നെ തൈസിൻ്റെ ഭാഗത്തും ഓരോ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി വേണം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലൊന്ന് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കാം. മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ഗ്രില്ല്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോഴത്തേക്കിനും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ സ്കിന്നോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഓയിലൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് വന്ന് വീണോളും. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 180 ഡിഗ്രിയിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഗ്രിൽ ചിക്കന് വേണ്ടിയിട്ടുള്ള ഡിപ്പായ തോം റെഡിയാക്കാം. ഞാനിവിടെ എഗ്ലെസ് ആയിട്ടുള്ള തോമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലേക്ക് ഞാനൊരു 3 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3/4 കപ്പ് പാല് വേണം. പിന്നെ 1 കപ്പ് ഓയിൽ വേണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്.
നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ബാക്കിയുള്ള ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ തോം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രിൽ ചിക്കൻ്റെ കൂടെ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എയർ ഫ്രയർ കയ്യിലുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തോമും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.